സ്വാഗതം എല്ലാവർക്കും. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ കാറ്റഗറി 2 സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയുണ്ട് എക്സാം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ലെവലാണ് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് തന്നെ പറയുകയാണ്, എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മാർക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഒരുപാട് ആളുകൾ 80 മാർക്കേ ഉള്ളൂ, 85 മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, മാർക്ക് ഇപ്പോൾ നിങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ ഒഫീഷ്യൽ കീ ഒന്നും വന്നിട്ടില്ല, അത് വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമേ ഉള്ളൂ, നമ്മൾ ഒരുമിച്ചൊന്ന് ക്വസ്റ്റ്യൻസ് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രൊഫഷണൽ കീ വരുന്ന സമയത്ത് എന്തെങ്കിലും കമ്പയർ ചെയ്യാം. സാധാരണ എഡിറ്റ് വരാറുണ്ട്. പരീക്ഷാ ഭവൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു തവണ തിരുത്തൽ വരുത്തിയിട്ടാണ് റെക്ടിഫൈഡ് കീ വീണ്ടും വരുന്നത്. ഓക്കെ, അവിടെ നമുക്ക് അത് നോക്കാം ആ സമയത്ത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്: വളർച്ചയുമായി ബന്ധപ്പെടുത്തിയ പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. അല്ലെ, വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താ ചോദിച്ചത്? ചുവടെ കൊടുത്തിരിക്കുന്നത് ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ വായിച്ച നമുക്ക് മനസ്സിലായത്, വളർച്ച പലപ്പോഴും പഠനത്തെയും പരിപക്വതയെയും സ്വാധീനിക്കുന്നു. വളർച്ചയിലൂടെ വികാസം ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. വളർച്ച ജനനം മുതൽ മരണം വരെയും നിരന്തര പ്രക്രിയയാണ്. അതുപോലെ തന്നെ വളർച്ച ഗുണാത്മകമായിട്ടുള്ള ഒരു മാറ്റമാണ്. അല്ലെ, അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗ്രോത്ത് ആണ് ചോദിക്കുന്നത്, ഡെവലപ്മെന്റ് അല്ല, ഗ്രോത്ത് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ നമുക്ക് രണ്ടാമത്തെ കറക്റ്റ് ശരിയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, മൂന്നിലേക്ക് വന്ന് നോക്കിയാൽ വളർച്ച ജനനം മുതൽ മരണം വരെയുള്ള നിരന്തര പ്രക്രിയ അല്ല, അല്ലെ, കാരണം അത് ഡെവലപ്മെന്റ് ആണ്, വളർച്ചയല്ലല്ലോ. അത് തെറ്റാണ്. വളർച്ച ഗുണാത്മകമാണ് എന്നാണ് പറഞ്ഞത്, ശരിയല്ല. വളർച്ച എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഗ്രോത്ത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3, 4 എന്തായാലും ശരിയല്ല, 2 തെറ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് പ്രസ്താവന 2 മാത്രം ശരി എന്നുള്ളതാണ് വരിക. ഓക്കെ, എന്നാൽ ഒന്നും കൂടെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മേ ബി 1ഉം 2ഉം ശരിയാണെന്നും വന്നേക്കാം പരീക്ഷാ കീ വരുമ്പോൾ. കാരണം ഇവിടെ വളർച്ച പലപ്പോഴും പഠനത്തെയും പരിവർത്തനത്തെയും സ്വാധീനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ വളർച്ച പഠനത്തെയും പരിവർത്തനത്തെയും സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും എന്ന് പറയുമ്പോൾ എന്താണ്, സംടൈംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധ്യതയുണ്ട്, 2ഉം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ കൂടുതൽ സാധ്യത 2 മാത്രമാണ്. ഓക്കെ, ഇനി ആ വേർഡ് അറിഞ്ഞുകൊണ്ടിട്ട ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2ഉം വരും. അപ്പം നിലവിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസ്താവന 2 മാത്രം ശരി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത്, ഒരു പഠിതാവിന്റെ നിലവിലെ പഠന നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരുന്ന പഠന നിലയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്ന സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഒരുപാട് വലിയ ക്വസ്റ്റ്യൻ കൊടുത്തു, പക്ഷെ ആകെ ചോദിച്ചതിൽ ZPD ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആരാണ്? സംശയമൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടാവും. വൈഗോസ്കിയാണ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എ ആണ്. 3ലേക്ക് വരാം. ഒരു നല്ല ശോധകത്തിന് വേണ്ട പൂർണ്ണ സവിശേഷതകൾ എന്തൊക്കെയാണ്? അല്ലെ, നല്ല ഒരു ഗുഡ് ടെസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓരോ ഓപ്ഷൻ തന്നിട്ടുണ്ട്: ഒബ്ജക്ടിവിറ്റി, റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി, റിലയബിലിറ്റി ആൻഡ് പ്രാക്ടിക്കലബിലിറ്റി. പിന്നെ ഈ പറഞ്ഞ 4ഉം. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് കേട്ടോ. 4ഉം വരുന്നുണ്ട്: വസ്തുനിഷ്ഠത, വിശ്വാസ്യത, സാധുത, പ്രായോഗികത. ഒബ്ജക്ടിവിറ്റി വരും, റിലയബിലിറ്റി വരും, വാലിഡിറ്റി വരും, അതുപോലെ തന്നെ പ്രാക്ടിക്കബിലിറ്റിയും വരും, എല്ലാം വരും. അടുത്തത്, അധ്യാപന പഠന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ചില രീതികൾ ചുവടെ കൊടുത്തിരിക്കുന്നു. കുട്ടികളിൽ വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുന്നതിന് തികച്ചും അനുയോജ്യമല്ലാത്ത രീതി ഏതാണ്? ഇവിടെ ലെക്ചർ മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിംഗ്, ഡിസ്കഷൻ, ഡിബേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുന്നതിന്, അല്ലേ, തികച്ചും അനുയോജ്യം അല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലെക്ചർ മെത്തേഡാണ്. ലെക്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് യാതൊരു ഗുണമില്ലാത്ത സാധനമാണ്, അല്ലെ, ചൈൽഡ് സെന്റേർഡ് രീതി അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓപ്ഷൻ എ ആണ്. അടുത്ത, GW ആൽപോർട്ട് മുന്നോട്ട് വെച്ച വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട് ട്രൈറ്റ് തിയറിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൽപോർട്ടിന്റെ തിയറി ഒക്കെ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം. അതിൽ കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, അതെ, സെക്കൻഡറി ട്രൈറ്റ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രൈമറി ട്രൈറ്റ്. അങ്ങനെ ഒരു സാധനം ഇതിൽ ഇല്ല. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം, 6ാമത്തത്. വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. വൈകാരിക ബുദ്ധിയാണ് എന്ന് വെച്ചാൽ ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. എന്താ പറഞ്ഞത്? എങ്കിൽ ഡാനിയൽ ഗോൾമാന്റെ വൈകാരിക ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നത് ശരി ഏതെന്നാണ് ചോദിച്ചത്. ശരിയാണ് ചോദിച്ചത്. നോക്കാം. നമ്മുടെ വികാരങ്ങളെ സ്വയം അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുക, പിന്നെ സ്വയം പ്രചോദിതമാകുക, മറ്റുള്ളവരുടെ വികാരങ്ങളെ അറിയുക, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം വരും, കറക്റ്റ് ആണ്. എല്ലാം ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ പിന്നീട് ചെയ്യാം അടുത്ത എക്സാം ഒക്കെ ആകുമ്പോൾ. നിലവിൽ ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം. പ്രസ്താവന 1, 2, 3, 4. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ എക്സെപ്ഷണൽ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത കുട്ടികൾ ഏതാണ്? Which of the following is not included in the category of exceptional children? ഏതൊക്കെ വരുന്നത്? മെന്റലി ചാലഞ്ചഡ് ചിൽഡ്രൻ, സ്ലോ ലേണേഴ്സ്, ചിൽഡ്രൻ വിത്ത് ഒബസിറ്റി, അതുപോലെ ചിൽഡ്രൻ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ.
അപ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പൊണ്ണത്തടിയാണ് അല്ലേ, പൊണ്ണത്തടിയുള്ള കുട്ടികളാണ്. അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ എന്ത് വരുന്നില്ല, എക്സെപ്ഷണൽ വിഭാഗത്തിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, അതൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് പൊണ്ണത്തടിയുള്ള കുട്ടികൾ എന്നതാണ് അതിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് റോബർട്ട് എം ഗാഗ്നെ മുന്നോട്ട് വെച്ച പഠന മേഖലകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗാഗ്നയുടെ പഠന മേഖലകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. വാചികമായ അറിവ്, ശാരീരിക നൈപുണി, മാനസിക നൈപുണി, വൈകാരിക നൈപുണി, മനോഭാവ നൈപുണി എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ്, വാചികമായ അറിവ്, വൈജ്ഞാനികമായ തന്ത്രങ്ങൾ, ചാലക നൈപുണികൾ, അതുപോലെ മനോഭാവ രൂപീകരണം, ബൗദ്ധിക ശേഷി വികാസം. ഇവിടെ നമുക്ക് ആൻസർ, ഇതൊരു റയർ ക്വസ്റ്റൻ ആണ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ കൂടിയാണ്. ഇതിന്റെ ആൻസർ നമുക്ക് ബി ആയിട്ട് പറയാം. എ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇപ്പോൾ ബി ആയിട്ട് പറയാം. നെക്സ്റ്റ്, ലൈസുമാന്റെ ഒരു പേരാണ്. ഓക്കെ, ഒരു പേരാണത്. ലൈസുമാന്റെ ബുദ്ധിമാനം 100-ൽ താഴെയാണ്. കൂടാതെ മാനസിക വയസ്സ് 14 ആണ്. ശാരീരിക വയസ്സുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. എങ്കിൽ ലൈസുമാന്റെ ശാരീരിക വയസ്സിനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്നത് ശരി ഏതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ലൈസുമാന്റെ IQ ബുദ്ധിമാനം 100-ൽ താഴെയാണ് എന്നാണ് പറയുന്നത്. 100-ൽ താഴെ എന്ന് വെച്ചാൽ 100 അല്ല, 99 വരെയും ആവാം. അല്ലെങ്കിൽ 100-ൽ താഴെയുള്ള 99.5 എന്തായാലും 100 അല്ല വരിക. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, IQ കാണാനല്ല നമ്മുടെ സമവാക്യം ആദ്യം എഴുതി നോക്കാം. MA/CA × 100 ആണ് അല്ലെ. മാനസിക വയസ്സിലെ ശാരീരിക വയസ്സ് കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, മാനസിക വയസ്സ് 14 തന്നിട്ടുണ്ട്. അപ്പൊ അവന്റെ ശാരീരിക വയസ്സും 14 തന്നെ ആണെങ്കിൽ അവന്റെ IQ എത്ര വരും? 100 ആണ് വരിക. അപ്പൊ ഇവിടെ 100-ൽ താഴെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരില്ല? 14 എന്തായാലും വരില്ല. അപ്പൊ താഴെയുള്ള ശാരീരിക വയസ്സ് ഈ തന്നിരിക്കുന്ന 14-നെക്കാട്ടിലും കൂടുതലായാലും മാത്രമേ 100-ൽ കുറയും. ഓക്കെ, ആ ഫോർമുലേഷൻ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പൊ ആൻസർ വരുമ്പോൾ 15, 16 ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ 3ഉം 4ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരിക. അപ്പൊ ആൻസർ വരുന്നത് 3ഉം 4ഉം വരുന്നത് 3, 4 പ്രസ്താവന ബി ആണ്. 3, 4 ശരിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എപ്പോഴും മനസ്സിലാക്കുക, IQ 100-ൽ കുറയണമെങ്കിൽ ശാരീരിക വയസ്സ് എന്ത് ചെയ്യണം? മാനസിക വയസ്സിനേക്കാൾ കുറവാവണം. കൂടുതലാവണം. ഓക്കെ, 14-നേക്കാൾ കൂടുതലാവണം. 15, 16 വയസ്സ് വരെ വരാം. 14 എന്തുകൊണ്ടാണ് വരാത്ത മനസ്സിലായി. 2 വയസ്സുകളും ഒരുപോലെ വന്നാൽ 14/14 വരും. അത് എന്താണ്? 1 വരും, പിന്നെ 100 കൊണ്ട് ഗുണിച്ചാൽ IQ 100 തന്നെ കിട്ടണം. ഇവിടെ 100-ൽ കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ സാമൂഹ്യ ബന്ധം വിലയിരുത്താൻ നിസുത ടീച്ചർ തീരുമാനിച്ചു. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രീതിയാണ് ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? പുതിയ പുതിയ പേരുകൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, ഒരു പ്രത്യേകതയാണ്. അപ്പൊ ക്ലാസ്സിലെ കുട്ടികളെ സാമൂഹ്യ ബന്ധം എന്ന് വെച്ചാൽ നമ്മൾ അന്നേ പഠിച്ചിട്ടുണ്ടല്ലേ, സോഷ്യൽ റിലേഷൻഷിപ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? സോഷ്യോമെട്രി ആണ്. ഓക്കെ, സാമൂഹ്യമിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ചില ആവശ്യ പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു അല്ലെ. എന്നിട്ട് എന്താ? ഡേവിഡ് മെക്ലറിന്റെ അഭിപ്രേരണ സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായത് ഏതെന്നാണ്. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, അതുപോലെ നീഡ് ഫോർ സേഫ്റ്റി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റാപ്പിഡ് റിവിഷനിൽ കൃത്യമായിട്ട് ഇത് 3ഉം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മെക്ലറിനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞാണ് ആ 3 സ്റ്റേജുകൾ അത് ചോദിക്കാറുണ്ട് എന്നുള്ളത്. എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും, സംശയമൊന്നുമില്ല. അപ്പൊ നീഡ് ഫോർ സേഫ്റ്റി അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ വരുന്നത് 3 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താണ്? മെക്ലറിന്റെ ചുവടെ കൊടുത്തിരിക്കുന്നത് ശരി ഏതെന്നാണ് ചോദിച്ചത്. ശരി എന്ന് പറയുമ്പോൾ ഈ 3 വരില്ല, 1, 2, 4 വരും. അപ്പൊ 1, 2, 4 വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. 1, 2, 4 അല്ല, 1, 2, 4 ഓപ്ഷൻ സി ആണ് വരിക. ഓപ്ഷൻ സി ആണ് 1, 2, 4 ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. മിഫന 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ചിത്രരചനയിലും അവൾക്ക് അതീവ സാമർഥ്യമുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള ബുദ്ധിയുമായി ബന്ധപ്പെടുത്താം? ചിത്രം വരാമെന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് വരിക? ദൃശ്യ സ്ഥലപരമാണ് അല്ലെ, വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ, ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ചിത്രം തന്നെയാണ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഓക്കെ, അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഇതെല്ലാം നമ്മൾ ആ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞാണ്. ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഫ്ലുവൻസി, റിജിഡിറ്റി ഏതാ വരുക? ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഫ്ലുവൻസി ഒക്കെ വരും. അയവില്ലായ്മ അതിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അല്ലാത്തതാണ് ചോദിച്ചത്. നെക്സ്റ്റ്, ഇത് കാണുമ്പോൾ വലിയ സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ ഞാൻ ഒരുപാട് ഇതിനെ നോക്കി, ഇതിങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, എന്താ കൊടുത്തതെന്നൊക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കോമഡി ആയത്. എന്താ വെച്ചത്? ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരും എന്നാണ് ചോദിച്ചത്. ഏതാ? സാംശീകരണ, സംസ്ഥാപന എന്നിവയ്ക്കുള്ള ആൻസറായിട്ട് വരുന്നത് ജീൻ പിയാഷെ. ഓപ്ഷൻ ഡി ആണ്, ജീൻ പിയാഷെ. ആ ചിത്രമൊക്കെ കണ്ട് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. അടുത്തത്, വായനാ വൈകല്യം നേരിടുന്ന ഒരു കുട്ടിക്ക് സ്വയം തിരുത്തലിനായി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചത് അല്ലെ. സ്വയം തിരുത്തലിനായിട്ട് ഏത് ഉപയോഗിക്കാന്നാകുമ്പോൾ പസില്, മാച്ചിങ് കാർഡ്സ്, ഫ്ലാഷ് കാർഡ്, ടേപ്പ് റെക്കോർഡർ. ഇവിടെ ടേപ്പ് റെക്കോർഡുകൾ ഉപയോഗിക്കാം, വേണമെങ്കിൽ അത് സ്വയം തിരുത്തലിൽ ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാഷ് കാർഡുകളും വരാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമ്മുടെ പരീക്ഷ അവന്റെ ആൻസറിക്കായിട്ട് വന്നേക്കാം. കാരണം ഇവിടെ ഏത് ഒരെണ്ണമല്ലേ ആൻസർ ആയിട്ടുള്ളൂ.
അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലാഷ് കാർഡ് എന്ന് ആൻസർ പറയാം, പക്ഷേ ടൈപ്പ് റെക്കോർഡും പറയാവുന്നതാണ്. അടുത്തത്, ജ്ഞാനനിർമ്മിതി സമീപനം പിന്തുടരുന്ന ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും സുപ്രധാന ഗുണം ഏതാണ്? അച്ചടക്കം, അനുസരണ, ക്രിയാത്മക, വ്യക്തിഗത ചിന്ത, കഠിനാധ്വാനം. ഇവിടെ ആൻസർ വരുന്നത് ക്രിയേറ്റീവ് ആൻഡ് ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ജ്ഞാനനിർമ്മിതി സമീപനം തുടരുന്ന ടീച്ചറാണ്. സ്റ്റേൺബർഗിന്റെ വിവര വിശകലന സിദ്ധാന്ത പ്രകാരം വിവര വിശകലനത്തിന്റെ ആന്തരിക ലോകം പ്രവർത്തിക്കുന്നത് പരസ്പര ബന്ധിതമായ 3 വ്യത്യസ്ത ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവരേറ്റവും ശരിയായത് ചുവടെ കൊടുത്തിട്ട് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പൊ നോളജ് അക്വിസിഷൻ കോമ്പോണന്റ്, പെർഫോമൻസ് കോമ്പോണന്റ് ആൻഡ് മെറ്റാ കോമ്പോണന്റ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ്. ഒരു സ്കൂളിലെ 6ാം ക്ലാസ്സിലെ ക്ലാസ് അധ്യാപികയായ അഞ്ജലി ടീച്ചർ പറഞ്ഞു, ഈ വർഷം പെൺകുട്ടികൾക്ക് മാത്രമേ ക്ലാസ് ലീഡറാകാൻ അവസരമുള്ളൂ. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു കുട്ടിയെ മാത്രം എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ജെൻഡർ ബയാസ് ആണ്. ഓക്കെ, ലിംഗ പക്ഷപാതമാണ്. അപ്പോൾ ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ചിലപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. ശരിക്കും ഡിസ്ക്രിമിനേഷനും പറയാം. ഓക്കെ, അപ്പോൾ ജെൻഡർ വേർതിരിവാണല്ലോ, ലിംഗ വേർതിരിവും കൂടിയാണത്. അപ്പോൾ ലിംഗ പക്ഷപാതമാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ജെൻഡർ ബയാസ് ആണ്. അടുത്തത്, നേരിയ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ലുദയ എന്ന കുട്ടിയുടെ രക്ഷിതാവ് എല്ലാ റെക്കോർഡുകളുമായി കുട്ടിയോടൊപ്പം സ്കൂളിലെത്തി. എന്നാൽ സ്കൂൾ പ്രധാന അധ്യാപകൻ കുട്ടിക്ക് പ്രവേശനം നിഷേധിച്ചു. ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ പ്രവേശനം നേടാൻ അദ്ദേഹം പറഞ്ഞു. പ്രധാന അധ്യാപകന്റെ നടപടികൾ സംബന്ധിച്ച് ശരിയായ തീരുമാനം എന്താണ്? അപ്പോൾ നടപടികൾ സംബന്ധിച്ച് ശരിയായ തീരുമാനം, അദ്ദേഹം വേറെ സ്കൂളിലേക്ക് പ്രവേശനം നേടാൻ പറയാൻ പാടില്ല അല്ലെ, അദ്ദേഹത്തിന് ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കൊടുക്കേണ്ടതാണ്. ആൻസർ ഇതാ, ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ തത്വങ്ങൾ അനുസരിച്ച് പ്രധാന അധ്യാപകൻ കുട്ടിക്ക് നിർബന്ധമായും പ്രവേശനം നൽകണം. ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മറവിയുമായി ബന്ധപ്പെട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച സിദ്ധാന്തം. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ റിപ്രഷൻ ആണ് കേട്ടോ. തിയറി ഓഫ് റിപ്രഷൻ, ദമന സിദ്ധാന്തമാണ്. തിയറി ഓഫ് റിപ്രഷൻ ആണ്. ഓക്കെ, റിപ്രഷനൊക്കെ നമ്മൾ പഠിച്ചാണ്. മറ്റേ ഡിഫൻസ് മെക്കാനിസം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ അത് ഇതേമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത്, താഴെ പറയുന്നവയിൽ ഡേവിഡ് പോൾ ഒസവലിന്റെ ജെറോം എസ് ബ്രൂണറുടെയും പഠന സിദ്ധാന്തങ്ങൾ പൊതുവായത്. രണ്ടുപേരും പൊതുവായിട്ടാണ്. രണ്ടും തന്നെയാണ് അക്വിസിഷൻ ഓഫ് നോളജ് തന്നെയാണ്. രണ്ടും ജ്ഞാനാർജനം ലക്ഷ്യമിടുന്നു. ഓപ്ഷൻ എ ആണ്. അടുത്ത, രുവാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇക്കഴിഞ്ഞ ഗണിത പരീക്ഷയിൽ രുവാന് വളരെ കുറഞ്ഞ സ്കോർ ആണ് ലഭിച്ചത്. ചോദ്യപേപ്പർ വളരെ കഠിനമാണെന്നും ഉള്ളടക്കം ക്ലാസ്സിൽ ചർച്ച ചെയ്തില്ല എന്നും അവൻ കുറ്റപ്പെടുത്തുന്നു. ആരെ കുറ്റപ്പെടുത്തുന്നത്? ക്ലാസ്സിൽ ചർച്ച ചെയ്യാത്ത ടീച്ചറാണ്. അപ്പൊ ടീച്ചറെ കുറ്റപ്പെടുത്തുന്നു എന്നും അവൻ കുറ്റപ്പെടുന്നു. ഇത് ഏതു തരം സംയോജന തന്ത്രമാണ്? അപ്പൊ കുട്ടി ഒരാളെ തന്നെയാണ് കുറ്റപ്പെടുത്തുവാണ്. ആ പ്രക്ഷേപണമാണ്. ഓക്കെ, പ്രൊജക്ഷൻ ആണ്. ഇവിടെ ഭാഗ്യത്തിന് റാഷണലൈസേഷൻ ഒന്നും ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രൊജക്ഷൻ തന്നെ സംശയമില്ലാതെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് ഇവിടെ ആളെ പറയുന്നില്ല. അപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തേണ്ട ആരെയാണെന്ന് വെച്ചാൽ അവിടുന്ന് മനസ്സിലാക്കുക. ടീച്ചർ തന്നെയാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാതെ പോയത്. അപ്പോൾ ടീച്ചറെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രക്ഷേപണമാണ്. അടുത്തത്, പ്രതികരണത്തെ തുടർന്ന് സുഖകരമായ അവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ ആ പ്രതികരണം ആവർത്തിക്കപ്പെടാനുള്ള പ്രവണത ഉണ്ടാകും. നേരെ മറിച്ച് പ്രതികരണത്തെ തുടർന്ന് അസുഖകരമായ അവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ ആ പ്രതികരണം ആവർത്തിക്കാനുള്ള സാധ്യത വിരളമാണ്. തൊണ്ടൈക്കിന്റെ ഏത് പഠന സിദ്ധാന്തവുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ ഒന്നും പഠിക്കേണ്ട, ലോ ഓഫ് എഫക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ലോ ഓഫ് എഫക്റ്റ്. എല്ലാ കുട്ടികൾക്കും സ്വാഭാവികമായി ഭാഷ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഷ സമാർജന ഉപകരണം, നമ്മുടെ LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ആരുമായിട്ടൊന്നും അധികമൊന്നും പറയാനില്ല. ഡൗട്ടൊന്നും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നോം ചോംസ്കിയാണ്. ഇതൊക്കെ എപ്പോഴും വരുന്നതാണ്, നമ്മൾ പറഞ്ഞതുമാണ്. അടുത്തത്, വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ആശയധാരണ കൈവരിക്കാനായി ടീച്ചർ ധാരാളം മാതൃകകൾ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കണം, മാതൃക, മോഡൽ. ഈ മാതൃകകളിലൂടെ നിരീക്ഷിക്കാനും തിരിച്ചറിയാനും ആശയ രൂപീകരണത്തിനും അവസരം ഒരുക്കുന്നു. ഇത് പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? നിരീക്ഷണ പഠന സിദ്ധാന്തം. ഓക്കെ, ഒബ്സർവേഷൻ ലേണിംഗ് തിയറി ആരാണ്? വൈഗോസ്കി അല്ല, ആൽബർട്ട് ബന്ദൂര. ഓക്കെ, ഓപ്ഷൻ ഡി സി ആണ്. ഓപ്ഷൻ സി ആണ്. ബന്ദൂരയാണ്. ആൽബർട്ട് ബന്ദൂര. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം നമുക്ക്. നിരന്തരവും സമഗ്രവുമായിട്ടുള്ള വിലയിരുത്തൽ പ്രക്രിയയിൽ സമഗ്രത വിലയിരുത്തൽ ഉറപ്പാക്കിയിരിക്കുന്നത് ഏത് വികാസത്തിന്റെ അല്ലെങ്കിൽ വികാസങ്ങളുടെ വിലയിരുത്തലിലൂടെയാണെന്ന് ചോദിച്ചത്. ശാരീരിക വികാസം, മാനസിക വികാസം, സാമൂഹിക വൈകാരിക വികാസം, മുകളിൽ പറഞ്ഞവയെല്ലാം. സമഗ്രത എന്ന് പറയുമ്പോൾ കോംപ്രഹെൻസീവ് ആണ്, എല്ലാം വരും. ഈ പറഞ്ഞ എല്ലാം വരും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള RPWD ആക്ട് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി പരിഷ്കരിച്ച് നടപ്പിലാക്കിയ വർഷം ഏത്? ഒന്നുമില്ല, PWD ആക്ട് 1995 പാസ്സാക്കിയത് നമുക്കറിയാം. പിന്നീട് അതിനെ പരിഷ്കരിച്ചതാണ് RPWD ആക്ട്. റിവൈസ്ഡ് ആക്ടും കൂടിയാണത്. ഓക്കെ, അത് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ 2016 തന്നെയാണ്. അപ്പോൾ എന്താണ്, RPWD ആക്ട് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് പരിഷ്കരിച്ചു എന്നല്ല, PWD ആക്ട് പരിഷ്കരിച്ചതാണ് RPWD ആക്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ആൻസർ 2016. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ ഇത് കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. 2 ആക്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നത് RPWD ആക്ട് നിലവിൽ വന്നത് എപ്പോൾ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2017 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്നുള്ള
ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. ശിക്ഷ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ തന്നെ കോൾബർഗിന്റെ തിയറിയിലാണ് പ്രീ കൺവെൻഷൻ ലെവൽ തന്നെയാണ്. വ്യവസ്ഥാപിത പൂർവ്വ തലമാണ് ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഇതൊക്കെ ഒരുപാട് വന്നത് തന്നെയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആത്യന്തിക വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് 2025-2026 അധ്യയന വർഷം മുതൽ നടപ്പിലാക്കിയ പരിഷ്കാരം എന്താണ്? ഒന്നുമില്ല. അത് പരീക്ഷയ്ക്ക് മിനിമം 30% സ്കോറെങ്കിലും നേടിയിരിക്കണം തന്നെയാണ്. ഓക്കെ, 30% മാർക്ക് ഇല്ലാത്ത കുട്ടികളെ എന്ത് ചെയ്യൂല, പാസ്സാക്കി വിടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ വീണ്ടും സ്കൂളിൽ തന്നെ ഇരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെക്കേഷൻ സമയത്ത് വീണ്ടും പിന്നെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് 2 ആഴ്ച നമ്മൾ പഠന പ്രവർത്തനങ്ങളൊക്കെ നൽകിയിട്ട് വീണ്ടും റീടെസ്റ്റ് അല്ലേ, വീണ്ടും പരീക്ഷ നടത്തിയിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു വിടാന്ന് പറഞ്ഞത്. 30% മാർക്കാണ് വേണ്ടത്. ഓക്കെ, അത് 40 മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ 12 മാർക്ക് വേണം എന്നാണ് അതിന്റെ ക്രൈറ്റീരിയ. ഓപ്ഷൻ എ ആണ്. 33 കൺഫ്യൂഷൻ വേണ്ട. എന്നല്ലേ 30 ഉള്ളത്? ഓപ്ഷൻ എ. ഓക്കെ, 30%, 30%. അത് എല്ലാ വിഷയത്തിലും വേണം. ഓരോ വിഷയത്തിലും പ്രത്യേകമായിട്ട് തന്നെ 30% വേണം. ഓക്കെ, ഒരു നിശ്ചിത സബ്ജക്റ്റ് മാത്രമല്ല, കംപ്ലീറ്റ് എല്ലാത്തിലും. അടുത്തത്, മറ്റുള്ളവരുമായി കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടാനുമുള്ള ശ്രമം നടത്തുന്ന ഘട്ടം. ഇതിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഘട്ടം രൂപപ്പെടുന്നു. എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റിയിലാണ് വരിക. ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത. ഓക്കെ, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത എന്നുള്ള ഓപ്ഷനിലേക്കാണ് വരിക. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ചിലപ്പോൾ ഇന്റർമെസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് തോന്നും, പക്ഷെ നമ്മൾ ഈ കോർപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു സ്റ്റേജിലാണ്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് കാറ്റഗറി 1ന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ എല്ലാം ഡയറക്റ്റ് ആയിരുന്നു. ഇവിടെ ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് കുറച്ച് ഒരു റയർ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് 20+ ഒക്കെ സ്കോർ ചെയ്യാൻ എന്തായാലും ഏറെക്കുറെ അത്യാവശ്യം പഠിച്ച ആളുകൾക്കൊക്കെ എന്തായാലും പറ്റിയിട്ടുണ്ടാവും. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. കാരണം വലിയ ക്വസ്റ്റ്യൻ, അതായത് എനിക്കൊന്ന് ഒരുപാട് പേപ്പർ ഇതിന് വേണ്ടിയിട്ട് ടൈപ്പിങ്ങിന് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ, ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പൊക്കെ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം അല്ലേ ഒരു ഭയങ്കരമായിട്ട് പഠിച്ച നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ടോപ്പായിട്ട് പഠിച്ച ആൾക്ക് എന്തായാലും 25 സ്കോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക. പിന്നെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ മാർക്കൊന്നും കൂട്ടരുത്. ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോഴേ 87 ഉള്ളൂ 85 ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടരുത്. പ്രൊഫഷണൽ കീ ഒക്കെ വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ പറയുന്ന ഒന്നും എന്തല്ല കറക്റ്റ് അല്ല, ഒഫീഷ്യൽ അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്ന് മാർക്കൊന്നും ആരും ഇപ്പോൾ ചെയ്യേണ്ട. വരട്ടെ, അടുത്ത എക്സാം ഒക്കെ ഇനി പോകുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ മനസ്സിലാക്കുക. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ, സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്ത ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ഒന്ന് വിട്ടുവരുന്ന അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.